മിശിഹായിൽ പ്രിയപ്പെട്ട സ്നേഹിക്കപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, 2016 ഈസ്റ്ററിൻ്റെ ഉയർപ്പ് ദിനത്തിൻ്റെ ഏതാനും ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഒരു ഈസ്റ്റർ മംഗളം ആശംസിക്കുവാനുമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. ഈ അവസരത്തിൽ ലൂക്കായുടെ സുവിശേഷം 24 ഈശോയുടെ ഉത്ഥാനത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്ന ഭാഗം വായിച്ചുകൊണ്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു. അവർ തയ്യാറാക്കി വച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ കല്ലറയുടെ അടുത്തേക്ക് അവർ പോയി. കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി അവർ കണ്ടു. അവർ അകത്ത് കടന്നു നോക്കിയപ്പോൾ കർത്താവായ യേശുവിൻ്റെ ശരീരം കണ്ടില്ല. ഇതിനെക്കുറിച്ച് അമ്പരന്ന് നിൽക്കവേ 2 പേർ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ ഭയപ്പെട്ട് മുഖം കുനിച്ചു. അപ്പോൾ അവർ അവരോട് പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതിന്? അവൻ ഇവിടെ ഇല്ല, ഉയർപ്പിക്കപ്പെട്ടു. മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് താൻ ഗലീലായിൽ ആയിരുന്നപ്പോൾ തന്നെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ യേശുവിൻ്റെ ഉത്ഥാനത്തെ നിരാകരിച്ചുകൊണ്ട് സംശയിച്ചുകൊണ്ട് ഉള്ള പുസ്തകങ്ങൾ, നാടകങ്ങൾ, സിനിമകളൊക്കെ ഇറങ്ങാറുണ്ട്. ഉത്ഥാനം എന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം ലോകത്തിൽ ഉത്ഥാനം ഒരിക്കലേ സംഭവിച്ചുള്ളൂ. ഒരു മതസ്ഥാപകനെ ഉത്ഥാനം ചെയ്തുള്ളൂ. അത് ജീവിക്കുന്നതിനായ യേശുവാണ്. അതുകൊണ്ട് ഒരു പക്ഷേ മറ്റു മതങ്ങൾ അവരുടെ ഒരുപക്ഷെ സ്ഥാപകന്മാർ മരണശേഷം ഒന്നും സംഭവിച്ചില്ല. ആ മതസ്ഥാപകർ പഠിപ്പിച്ച ആശയങ്ങൾ അനുസരിച്ച് മതം സ്ഥാപിച്ച് നടത്തുന്നു. എന്നാൽ യേശുക്രിസ്തു ഉത്ഥാനം ചെയ്തുവെന്നും ആ ഉത്ഥാനത്തിൽ ആശ്രിതമായിക്കൊണ്ട് ഒരു മതം, ഒരു പ്രത്യേക മതം യേശുവിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയി വളരുന്നു എന്ന് കാണുമ്പോൾ കണിശം അസൂയാലുക്കൾ മറ്റു മതസ്ഥരുടെ ഇടയിലുണ്ട്. അപ്പോൾ കെട്ടുകഥകൾ ഉണ്ടാക്കിയേ മതിയാവും. ഇവിടെ ആരോ പറഞ്ഞു കേട്ടു, ഈശോ മരിച്ചില്ല കുരിശിൽ, പിന്നെയോ ബറാബാസാണ് മരിച്ചത്. ഈശോ കുരിശെന്ന് രക്ഷപ്പെട്ട് കാശ്മീരിലെങ്ങാണ്ട് പോയി അത് ധ്യാനത്തിലിരുന്നു. ഇന്ത്യയിൽ കുറേ അഭ്യാസനങ്ങളൊക്കെ പഠിച്ച് കുറേ യോഗ അല്ലെങ്കിൽ മന്ത്രങ്ങളൊക്കെ പഠിച്ച് ജെറുസലേമിൽ ചെന്ന് അത്ഭുതങ്ങൾ ചെയ്യുകയായിരുന്നു ചെയ്തത് എന്നൊക്കെ. പ്രിയപ്പെട്ടവരെ, അതുപോലെ ഈയിടെ അടുത്തിടയിൽ വിയന്ന ഞാൻ ധ്യാനിപ്പിച്ചപ്പോൾ ഒരാളുടെ കയ്യിൽ ടിബറ്റിൽ പ്രസിദ്ധീകരിച്ച ഒരു ബൈബിൾ, അതായത് ന്യൂ ഏജുകാരുണ്ടാക്കിയ ഒരു ബൈബിൾ, അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്: യേശു മരിച്ചില്ല എന്ന്. യേശുവിന് ഒത്തിരി സിദ്ധികളൊക്കെ കിട്ടുന്നത് ഇന്ത്യയിൽ നിന്നാണെന്ന്. ഈയിടെ വേറെ ഒരു ലേഖനം ഞാൻ വായിക്കുന്നുണ്ടായിരുന്ന ഈശോ ഒരു തമിഴ്നാട്ടുകാരനായിരുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ വ്യാജകഥകൾ ധാരാളമായിട്ട് വിജാതിയർ യേശുവിനെ പറ്റി പറയുന്നുണ്ട്. എന്നാൽ ക്രൈസ്തവരായ നാം, നമ്മുടെ വിശ്വാസം ഉറപ്പിച്ചിരിക്കുന്നത് യേശുവിൻ്റെ ഉത്ഥാനത്തിലാണ്. അതെ, ഒരു മനഃസ്ഥാപകൻ മാത്രമേ മരണത്തിന് അതീതനായി ഉത്ഥാനം ചെയ്തുള്ളൂ. മാത്രമല്ല, ഉത്ഥാനം തന്നെ അനുഗമിക്കുന്ന ഒരു വാഗ്ദാനവും ചെയ്തുള്ളൂ. വേറെ ഒരു മനഃസ്ഥാപകനും ചെയ്തിട്ടില്ല. പ്രിയപ്പെട്ടത്, ഉത്ഥാനം സൂചിപ്പിക്കുന്നത് യേശുക്രിസ്തു ദൈവമാണെന്നും യേശുക്രിസ്തുവിന് ജീവന്റെ മേലും മരണത്തിൻ്റെ മേലുള്ള അധികാരവുമാണ്. അതെ, അവൻ വഴിയും ജീവനും സത്യവുമാണ്. ഇത് മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ഈശോ ഉത്ഥാനം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ക്രിസ്തുമതം ഉണ്ടാവില്ലായിരുന്നു. സത്യമാണ്. കാരണം ഈശോ കുരിശിൽ മരിച്ചു. ഒരു കൊലപാതകയെപ്പോലെ, ഒരു ക്രിമിനലായിട്ട് കുരിശിൽ മരിച്ചു. അപ്പസ്തോലന്മാർക്ക് പോലും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവരൊക്കെ ഓർത്തത് ഒരു പക്ഷേ കർത്താവ് വലിയ അത്ഭുതം ചെയ്ത് കുരിശിൽ നിന്ന് ഇറങ്ങി വരും, അപ്പോൾ എല്ലാവരും കൈയടിച്ച് അവനെ രാജാവായിട്ട് സ്വീകരിക്കുമെന്നൊക്കെ ആയിരുന്നു. ഈശോ മരിച്ച് സംസ്കരിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം തീർന്നുവെന്ന് അവർ കരുതി. നമുക്കറിയാം, പത്രോസ് പോലും മീൻ പിടിക്കാനായിട്ട് കടൽക്കരയിലേക്ക് പോയി. പ്രിയപ്പെട്ട് നമ്മൾ വായിക്കുന്നുണ്ട് 24-ാം അധ്യായം ലൂക്കയുടെ സുവിശേഷത്തിൽ, മഗ്ദലന മറിയത്തിന് ഈശോ പ്രത്യക്ഷനായതിനു ശേഷം എമ്മൗസിലേക്ക് പോയ 2 ശിഷ്യന്മാരുടെ കഥ. അത് അവർ വഴി വെച്ച് ഈശോയെ കണ്ടുമുട്ടി. പക്ഷെ അവരുടെ കണ്ണുകൾ അന്ധമായിരുന്നതിനാൽ യേശുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈശോ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനെ പറ്റിയാണ് പറയുന്നത്? അപ്പോൾ അവർ പറയാണ്, താങ്കൾ മാത്രമേ ഉള്ളൂ ഈ ജെറുസലേമിൽ ഈ മനുഷ്യനെ പറ്റി കേൾക്കാത്തത്? നസ്രാനായ യേശു, അവൻ മരിച്ചു,
അവൻ ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. ഇത് 3-ാം ദിവസമാണ്. ഉയർത്തെഴുന്നേറ്റ് വലിയവനായിരിക്കും ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചു. അവർക്ക് നിരാശപ്പെട്ടു പോയിരുന്നു. അവർക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, നമുക്കറിയാൻ സാധിക്കും. എന്നാൽ ആ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടവരായിരുന്നു. എന്നാൽ ഈശോ ഉത്ഥിതനായി അവർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരുടെ പ്രത്യാശകളെല്ലാം തിരിച്ചു വന്നു. അവർ ഉത്ഥിതനെ നേരിട്ട് കണ്ടുമുട്ടി. 1 കൊറിന്തോസ് അധ്യായം 15 പൗലോസ് അപ്പോസ്തലൻ അത് വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. 1 കൊറിന്തോസ് അധ്യായം 15 4 മുതൽ വചനങ്ങൾ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെടുന്നത് പോലെ 3-ാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. അവൻ കേപ്പായ്ക്കും പിന്നീട് 12 പേർക്കും പ്രത്യക്ഷനായി. അതിനുശേഷം ഒരുമിച്ച് 500-ലധികം സഹോദരർക്ക് പ്രത്യക്ഷനായി. അവരിൽ ഏതാനും പേർ മരിച്ചുപോയി, മിക്കവാറും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. പിന്നീട് അവൻ യാക്കോബിനും തുടർന്ന് മറ്റെല്ലാ അപ്പോസ്തലന്മാർക്കും കാണപ്പെട്ടു. ഏറ്റവും ഒടുവിൽ അകാലജാതൻ എന്ന പോലെ എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി. പ്രിയപ്പെട്ടവരെ, യേശു പ്രത്യക്ഷനായപ്പോൾ അവർ നമുക്കറിയാം, തോമാശ്ലീഹായെ പറ്റും ചെന്ന കൈയുടെ മുറിവിൽ മുട്ടി തിരുവിതാവിൽ കൈവച്ചു, അങ്ങനെ തൊട്ടനുഭവിച്ചു. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇങ്ങനത്തെ അവരുടെ കൂടെ പോയി മീൻ ചുട്ടു തിന്നു. താൻ ശാരീരികമായിട്ട് ഉയർത്തെഴുന്നേറ്റു എന്നതിന് അവർക്ക് സ്ഥിരീകരണം നൽകുകയായിരുന്നു പ്രിയരെ. അതുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റി ഉണ്ടായത്. അതുകൊണ്ടാണ് ക്രിസ്തുമരം ഉണ്ടായതും ഇന്ന് വളർന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മരമായിരിക്കുന്നത്. നമുക്കറിയാം 1.3 ബില്യൺ ജനങ്ങളുള്ള ഒരു സഭയായി മാറിയിരിക്കുന്നു കത്തോലിക്ക സഭ. ക്രിസ്ത്യർ മുഴുവനും കൂടിയാൽ അതിൽ കൂടുതലുണ്ട് പ്രിയമുള്ളവരെ. ഇതിന് കാരണം എന്താണ്? യേശുവിൻ്റെ ഉത്ഥാനമാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ, ഈശോ ഉത്ഥാനം ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ അവനുള്ള വിശ്വാസം വെറും വ്യർത്ഥമായിരുന്നേനെ. എങ്കിൽ നമുക്ക് രക്ഷയില്ലായിരുന്നു. നമ്മൾ യേശു ഉത്ഥാനം ചെയ്തില്ല എന്ന് പറയുമ്പോൾ പറയുന്നത് നമ്മളും ഉത്ഥാനം ചെയ്യില്ല എന്നാണ്. അത് നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടുകയാണ് വഴി. മാത്രമല്ല, ഈശോ ഉത്ഥാനം ചെയ്തില്ല എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടില്ല എന്നാണ്. എങ്കിൽ ക്രിസ്ത്യാനികൾ മറ്റാരേക്കാളും പരിതാപകരത്തിൽ ജീവിക്കുന്നതാണ് പൗലോസ് പറയുന്നത്. പ്രിയമുള്ളവരെ, അല്ല, നമ്മൾ പരിതാപത്തിൽ ജീവിക്കുന്നവരല്ല ഇന്ന്. നമുക്കറിയാം ഉത്ഥിതനായ യേശു നമ്മോടൊത്തുണ്ടെന്ന്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ 24-ാം അധ്യായത്തിൽ തന്നെ ലൂക്കായുടെ സുവിശേഷത്തിൽ, ആ എമ്മാവുസിലേക്ക് പോയ സഹോദരങ്ങൾ ഈശോമായിട്ട് സംസാരിച്ചപ്പോൾ കണ്ടില്ല, ഈശോയെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ബലിയർപ്പിച്ചപ്പോൾ, അപ്പം എടുത്ത് ആശുപത്രിച്ച് മുറിച്ചവർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. ഹല്ലേലൂയ! അവർ യേശുവിനെ കണ്ടു. ഇന്നും യേശു നമ്മുടെ കൂടെ ജീവിക്കുന്നു. എങ്ങനെ? വിശുദ്ധ കുർബാനയിൽ. ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നുണ്ട് വിശുദ്ധ അൽത്താരയിൽ കർത്താവ് പറഞ്ഞ അതേ വചനങ്ങൾ വൈദികൻ പറയുന്നത്, ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു. ഇന്നും ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മോടുകൂടെ ജീവിക്കുന്നു. ഉത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം അതാണ്. യേശു മരിച്ചു പോയിട്ടില്ല. യേശു മരിച്ചത് മാത്രമല്ല, പിന്നെയോ അവൻ ഇന്നും ജീവിക്കുന്നു എന്നത്. ഇനിയും പ്രിയപ്പെട്ടവരെ, ചരിത്ര വസ്തുതകൾ ആർക്കും തർക്കിച്ച് നിഷേധിക്കാൻ പറ്റില്ല. യേശു ഒരു ചരിത്ര പുരുഷനായിരുന്നു. അവൻ ബെത്ലഹേമിൽ ജനിച്ചു. മാത്രമല്ല, നമുക്കറിയാം അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ചെയ്തു. നമുക്കറിയാം വിജാതിയർ പോലും അവരുടെ പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി യേശു ക്രൂശിക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ടു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന സത്യങ്ങളാണ്. ഇനി അറിയാനും മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുള്ള പിന്നീടുള്ള ഭാഗമാണ് അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നത്. ഹല്ലേലൂയ! ഇന്നും മനുഷ്യന് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ആത്മാവിൻ്റെ കൃപ അതിനെല്ലാവർക്കും നൽകട്ടെ എന്ന് നമുക്ക് അപേക്ഷിക്കാം, പ്രാർത്ഥിക്കാം. അതുകൊണ്ടാണ് നമുക്കറിയാം ഇന്ന് ഏറെ സഹനങ്ങളിലൂടെ സഭ കടന്നു പോകുമ്പോഴും യേശുവിൻ്റെ ആ ഉത്ഥാനത്തിൻ്റെ ശക്തി അനുഭവിക്കുന്നത്. നമ്മൾ കേട്ടല്ലോ, സലേഷ്യൻ സമൂഹത്തിൽപ്പെട്ട ഫാദർ പീഡിപ്പിക്കപ്പെടുകയാണ്. ഐഷ്യാൽ അദ്ദേഹം യമനിൽ വെച്ച് പിടിക്കപ്പെട്ടു. അതുപോലെ തന്നെ 4 കന്യാസികളെ അവിടെ കൊന്നു. ധാരാളം ആളുകളെ അപ്രകാരം ഐഷീഷും അതുപോലെ ബൊക്കോ ഹറാമൊക്കെ കൊന്നൊടുക്കുന്നു. ക്രിസ്ത്യാനിറ്റി മതവിനേറെ പീഡിപ്പിക്കപ്പെടുകയാണ്. ഈ പീഡനങ്ങൾക്ക് നടുവിൽ പ്രത്യാശ കൊടുക്കുന്ന എന്താണ്? കർത്താവിലുള്ള ഉത്ഥാനം. 2 മക്കബായക്കാർക്ക് എഴുതിയ പുസ്തകം അധ്യായം 7 നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു വിധവയായ സ്ത്രീയും 7 മക്കളുടെയും കഥ.
നമുക്കറിയാം, അവർ പന്നി മാംസം ഭക്ഷിക്കുവാൻ വിസമ്മതിച്ചപ്പോൾ, എന്ന് പറഞ്ഞാൽ നിയമം ലംഘിക്കുവാൻ വിസമ്മതിച്ചപ്പോൾ അവരെ നാക്കുവെട്ടിയും അവർ ചർമ്മം ഉരിഞ്ഞു കളഞ്ഞും അവരെ വറചട്ടിയിലിട്ടും വെറുക്കുകയെല്ലാം ചെയ്തപ്പോൾ ആ മക്കൾ ആ അന്ത്യോക്യൂസിനെ നോക്കിക്കൊണ്ട് പറഞ്ഞ എന്താണെന്നറിയാമോ? നിങ്ങൾക്കെൻ്റെ കൈകൾ വെട്ടാൻ പറ്റും, നിങ്ങൾക്കെന്നെ നാവ് ഛേദിക്കാൻ കഴിയും, പക്ഷെ ഇതെല്ലാം തന്ന ദൈവം അത് ഉത്ഥാന ദിവസങ്ങളിലെല്ലാം എനിക്ക് ഞങ്ങൾക്ക് തിരിച്ചു തരുമെന്ന പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. ഈ പ്രത്യാശയാണ് ആ അമ്മ മക്കൾക്കും പകർന്നു കൊടുക്കുക. മക്കളെ, നിങ്ങൾ നിയമം അനുസരിച്ച് ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കൂ. ഈ ദുഷ്ടൻ ഒരു പക്ഷേ നിങ്ങളെ വെട്ടിക്കൊള്ളുന്നു, തലവെട്ടുന്നു, ഒരു വെടിവെച്ച് കൊള്ളുന്നു, കൈകാലുകൾ ബന്ധിക്കുന്നു, കൊല്ലുന്നു, വെട്ടുന്നു, ഒന്നും പേടിക്കണ്ട. നിങ്ങൾക്ക് ഇതെല്ലാം തന്നവനായ ദൈവം അത് സ്വർഗത്തിൽ തിരിച്ചു തരുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പലർക്കും മരണാനന്തര ജീവിതത്തെപ്പറ്റിയുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. എല്ലാവർക്കും ഈ ലോകത്ത് ജീവിക്കണം, തിന്നണം, സുഖിക്കണം. അതുകൊണ്ടുണ്ടല്ലോ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ള പ്രത്യാശയില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ റിസറക്ഷൻ ഉത്ഥാനത്തിലും വിശ്വസിക്കാൻ പറ്റാത്തത്. കാരണം യേശുവിൻ്റെ ഉത്ഥാനവും നമ്മുടെ ഉത്ഥാനവും തമ്മിൽ ഒരു അഭേദ്യ ബന്ധമുള്ളതാണ്. യേശു ഉത്ഥാനം ചെയ്തുകൊണ്ടാണ് നമുക്കും പ്രതീക്ഷയുള്ളത്, നമ്മളും ഉത്ഥാനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ വിശുദ്ധരായി ജീവിക്കാൻ കടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ വായിക്കുന്നുണ്ട് 1 കൊരിന്ത്യർ അധ്യായം 3, 16, 17 നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ്, ആ ആലയങ്ങളെ പരിശുദ്ധമായിട്ട് നിങ്ങൾ സംരക്ഷിക്കണമെന്ന്. അതെ, അതിനുശേഷം 6-ാം അധ്യായത്തിൽ 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ 23 മുതൽ വചനങ്ങളിൽ പറയുന്നുണ്ടല്ലോ, അതെ, നിങ്ങൾ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയങ്ങളാണ് നിങ്ങളുടെ ശരീരങ്ങൾ. അതിനാൽ നിങ്ങളുടെ ശരീരത്തിൽ അവനെ മഹത്വപ്പെടുത്തുവിൻ. അതെ, നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധമായിട്ട് നമ്മൾ സൂക്ഷിക്കുന്നു. കാരണം ഈ ശരീരം ഉയർത്തെഴുന്നേൽക്കുവാനുള്ളതാണ്. അന്തിമ നാളുകളിൽ കർത്താവ് വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നതിലും മരിച്ചുപോയതിലും അത് ശരീരത്തോടുകൂടി ഉത്ഥാനം ചെയ്യുമെന്നും വിരിയാളനായ കർത്താവിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുമെന്നും കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് ലേഖനം 12-ാം അധ്യായം 1 പറയുന്നത്, പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ശരീരങ്ങളെ അത് സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവിൻ. ഹല്ലേലൂയ. അതെ പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരത്തിൻ്റെ വിശുദ്ധി, നമ്മുടെ ശരീരത്തിൻ്റെ ഉയർപ്പ്, ഇതെല്ലാം യേശുവിൻ്റെ ഉയർപ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ വായിക്കുന്നുണ്ട് റോമാക്കാർക്ക് പൗലോസ് എഴുതിയ ലേഖനം അധ്യായം 6, നമ്മുടെ ജ്ഞാനസ്ഥാനത്തിൻ്റെ അർത്ഥം എന്ത് എന്ന്. 6-ാം അധ്യായം റോമാക്കാർക്ക് ലേഖനം 6-ാം അധ്യായം 3 മുതൽ വചനങ്ങൾ. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് സ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. അതെ പറയാണ്, അത് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം, ക്രിസ്തീയ ജീവിതത്തിൻ്റെ അർത്ഥം യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുക എന്നതാണ്. അതുകൊണ്ടാണല്ലോ റോമ അധ്യായം 8:1 പറയുന്നത്, ആകയാൽ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടവർക്ക് ഇനി ശിക്ഷാവിധിയില്ല. അപ്പോൾ ഈ ഐക്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഈ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട ജീവിതം വേണമെങ്കിൽ അവിടുത്തെ മരണത്തോടും നമ്മൾ ഐക്യപ്പെടണമെന്ന്. ഇനി നോക്കൂ അടുത്ത വചനം, അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ സ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിനു ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർപ്പിക്കപ്പെട്ടതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. അവൻ്റെ മരണത്തിൽ സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടിരിക്കുന്നെങ്കിൽ അവൻ്റെ പുനരുത്ഥാനത്തിൽ സദൃശ്യമായ ഒരു പുനരുത്ഥാനത്തിലും അവനോട് നമ്മൾ ഐക്യപ്പെട്ടവരാകും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മളെ പഴയ മനുഷ്യനെ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കും നമുക്കറിയാമല്ലോ. പ്രിയമുള്ളവരെ, അതെ, യേശുവിനോട് ഐക്യപ്പെട്ട ഉത്ഥാനത്തിൻ്റെ ജീവിതമാണ് ഒരു ക്രൈസ്തവ ജീവിതം. ഇത് സാധ്യമാകണമെങ്കിൽ അവിടുത്തെ മരണത്തോട്, അവിടുത്തെ സംസ്കരണത്തോട് നമ്മൾ ഐക്യപ്പെട്ടിരിക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ എന്നേക്കുമായി പാപ ജീവിതത്തോട് നമ്മൾ സംസ്കരിക്കപ്പെട്ടവരായിരിക്കണം. അതുകൊണ്ടാണ് മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിനി ഒരിക്കലും മരിക്കരുത്. നമുക്കറിയാം, മരണത്തിന് അവൻ്റെ മേൽ ഇനി അധികാരമില്ല. അവൻ മരിച്ചു. പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു. അവൻ ജീവിക്കുന്നു, ദൈവത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശുക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജീവിതം കഴിക്കാനുള്ള ഒരു കടപ്പാട് നമുക്കുള്ളത്. ക്രിസ്ത്യ ജീവിതം വെറും ഒരു നാമമാത്രമായ ക്രൈസ്തവ ജീവിതമല്ല. ജ്ഞാനസ്ഥാനത്ത് കിട്ടിയ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തി, അത് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ശക്തിയാണ്. ഈ ശക്തിയിൽ അനുദിനം പാപത്തോട് പോരാടി പാപത്തെ കൊന്നു നശിപ്പിച്ചു കൂക്കി
അതെ, അതിനെ സംസ്കരിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ഐക്യപ്പെട്ട വിശുദ്ധ ജീവിതം. ഇതിനാണ് അനുദിനമുള്ള കൂരാശ നമ്മളെ സഹായിക്കുന്നത്. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന, കർത്താവിന്റെ ശരീരവും രക്തവും തിന്നുകയും കുടിക്കുകയും ചെയ്യുമ്പോൾ നാം അവൻ്റെ ഒന്നായിത്തീരുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 54-56 എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുന്നതിൽ ഞാൻ വസിക്കുന്നു. അവസാന ദിവസം ശിശാവിന് നേരത്തെ ഉയർപ്പുണ്ടാകുന്നതും രക്ഷ ഉണ്ടാകുന്നതും അതിലൂടെയാണ്. അപ്പം ആ കർത്താവിനോട് ഐക്യപ്പെടുക. നമുക്കറിയാം, യേശുവിനെ ഉത്ഥാനാനന്തരം കണ്ടുമുട്ടി അപ്പസ്തോലന്മാർ അങ്ങ് ഐക്യപ്പെട്ടു. ഈ ഐക്യം വന്നതുകൊണ്ട് എന്ത് പറ്റി? ഒത്തിരി വിഷമങ്ങളും പ്രശ്നങ്ങളും മതപീഡനങ്ങളും എല്ലാം ഉണ്ടായപ്പോഴും ധൈര്യപൂർവ്വം യേശുവിനെ പ്രഘോഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അന്നിപ്പോൾ സഭ വളർന്നതേ ഉള്ളൂ. ഇന്നത്തെ പോലെ നമുക്കറിയാം, ഇന്ന് ലോകമെങ്ങും കത്തോലിക്ക സഭ, ക്രിസ്തീയ സഭ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മർദ്ദിത സഭയാണ് വളരുന്നത്. പണ്ട് ജവഹർലാൽ നെഹ്റു പറഞ്ഞെന്ന് തോന്നുന്നു, അതെ, കത്തോലിക്ക തിരുസഭയെ നിങ്ങൾ പീഡിപ്പിച്ചാൽ അത് വളരും, വെറുതെ വിട്ടോ അത് നശിച്ചു പോകുമെന്ന്. പ്രിയപ്പെട്ടവരെ, തീ കുരുത്തത് വെരുത്ത് വാടുകയെന്നുള്ള പാട്ട് പറയാറില്ലേ? പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ക്രിസ്തുവിൻ്റെ തിരുസഭ തീയിലാണ് കുരുത്തത്. നമുക്കറിയാം, ഈശോ ജനിച്ചപ്പോൾ തന്നെ ആയിരക്കണക്കിന് ശിശുക്കളാണ് ഹെറോദോസിനാൽ വധിക്കപ്പെട്ടത്. അതോടുകൂടി കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോഴും ആയിരക്കണക്കിന് ആളുകൾ വധിക്കപ്പെട്ടു ആദിമസഭയിൽ. 55 മാർപ്പാപ്പമാർ രക്തസാക്ഷികളായിരുന്നു എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. എന്നാൽ ആ സഭ തഴച്ചു വളർന്നു, ഇന്നും വളരുന്നു. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം, സ്തോത്രം അർപ്പിക്കാം. ഉത്തിതനായ കർത്താവ് കൂടെയുണ്ട്. ഈ ധൈര്യമാണ്. ഞാൻ ഈ ഗൾഫിലൊക്കെ ധ്യാനിപ്പിക്കാൻ പോയി. പല ആളുകളും അവിടെ അതിൽപ്പെട്ടവർ മരണമടഞ്ഞു, കൊല്ലപ്പെടുകയുണ്ടായി ICUസിൽ. അത് കൂട്ടുകാരൊക്കെ എനിക്ക് പല എഴുത്തുകളും എഴുതാറുണ്ട്. അതിൽ കൂടി എനിക്ക് പല ബോധ്യങ്ങൾ വന്നു. ഇവരാരും കർത്താവിനെ ഉപേക്ഷിച്ചില്ല. എല്ലാവരും മരണത്തിൻ്റെ വക്രതയിൽ എത്തിയപ്പോൾ യേശുക്രിസ്തുവിനെ പ്രഘോഷിച്ചു, പാട്ടുപാടി, പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു. ഇതൊക്കെ കേൾക്കുമ്പോൾ അങ്ങ് തരിപ്പാ തോന്നുന്ന ഹൃദയത്തിൽ. ഇതെങ്ങനെ കിട്ടി ശക്തി? ഇതാണ് ഉത്ഥാനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഉത്ഥാനത്തിൻ്റെ ശക്തി, ഈ ശക്തി നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ടാണല്ലോ 2 കൊറിന്തോസ് അധ്യായം 4 നാം വായിക്കുന്നത്, വചനം 16 മുതൽ, ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്. അവയുടെ ഫലമോ അനുഭവമായ മഹത്വവും. ദൃശ്യമായവയല്ല, അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, അദൃശ്യങ്ങൾ അനശ്വരങ്ങളും. ഹല്ലേലൂയ! എൻ്റെ മനോഹരമായ ദൈവശാസ്ത്രം, എൻ്റെ മനോഹരമായ ഫിലോസഫി, എൻ്റെ മനോഹരമായ അർത്ഥവത്തുള്ള വചനങ്ങൾ വായിച്ച് ധ്യാനിക്കേണ്ടതാണ്. ഒരുപക്ഷെ അക്രൈസ്തവർ മരത്തെ പീഡിപ്പിച്ചുകൊണ്ട് ഓർക്കുന്ന പള്ളി നശിപ്പിച്ചാൽ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ദിശരൂപങ്ങൾ നശിപ്പിച്ചാൽ, കുറെ വൈദികരെയും കന്യാസികളെയും കൊന്നാൽ ക്രിസ്തുവിനെ ദിശവയെ നശിപ്പിക്കാമെന്ന് ഇല്ല. അവർ വെറും ത്രിശങ്കു സ്വർഗത്തിലാണ്. അവർ മരപ്പൊഴിക്കാരെ പോലെ ചിന്തിക്കുന്നതാണിത്. കർത്താവിനെ പ്രതി ഏറെ പേർ മരിക്കുമ്പോൾ, ഏറെ പള്ളികൾ തകർക്കപ്പെടുമ്പോൾ തിരുസഭയുടെ ആന്തരിക ശക്തി വളരുകയാണ്. ഹല്ലേലൂയ! ഇത് കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ട് വരുന്ന എതിർപ്പുകളെ അതിജീവിക്കാനുള്ള ശക്തി ഉദ്ധിതനായ കർത്താവിൽ സംഗ്രഹിച്ചുകൊണ്ട്, ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ക്രിസ്ത്യാനികളോ ബലമുള്ളവരായിത്തീരുന്നു, ശക്തിയുള്ളവരായിത്തീരുന്നു, കൂടുതൽ വിശുദ്ധരായി ജീവിക്കാൻ പരിശ്രമിക്കുന്നു. ഞാനിതാണ് ഇന്ന് യൂറോപ്പിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ധാരാളം പേർ, ആയിരക്കണക്കിന് ആളുകൾ വചനം കേൾക്കാൻ വരുന്നു. ബോധ്യമായി ക്രിസ്തുവിലൂടെ ഐക്യപ്പെട്ട് ഒരു വിശുദ്ധ ജീവിതം കഴിച്ചാലേ ഇന്നത്തെ പ്രതിസന്ധികളെ നേരിടാൻ സാധിക്കുകയുള്ളൂ എന്ന്. ഹല്ലേലൂയ! ഹല്ലേലൂയ! കാരണം വേറൊരു മതസ്ഥാപകരും ഇന്നും തങ്ങളെ അനുഗമിക്കുന്നവരോട് ജീവിക്കുന്നില്ല. യേശുക്രിസ്തു മാത്രം. അവൻ മാത്രമേ ആ വാഗ്ദാനം കൊടുത്തുള്ളൂ, ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന്. ഒരു ക്രിസ്ത്യാനിയുടെ കൂടെ യേശുക്രിസ്തു എന്നുമുണ്ട്, എപ്പോഴും വസിക്കുന്നുണ്ട്. വേദനകൾ, സങ്കടങ്ങൾ, കഷ്ടപ്പാടുകളെല്ലാം വരുമ്പോൾ കർത്താവ് ആ കയ്യിൽ കൊണ്ടു നടക്കുകയാണ്. ഉള്ളം കയ്യിൽ പേര് വെച്ച് എഴുതിക്കൊണ്ട് നടക്കുകയാണ്. കയ്യെ പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. ചിലപ്പോൾ വാരി തോളിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. അതാണ് കർത്താവ്. ആ കർത്താവിനെ വിശ്വാസത്തിലൂടെ കണ്ട് തങ്ങളെ സമർപ്പിച്ച് ഒരു വിശുദ്ധ ജീവിതം കഴിച്ചുവെങ്കിൽ മാത്രമേ ഇതൊക്കെ അനുഭവിക്കാൻ സാധിക്കൂ. എന്നാൽ പാപത്തിന് അടിമപ്പെട്ട് പിശാചിന്റെ ബന്ധനത്തിൽ, അന്ധകാരത്തിൽ കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും പറയും, യേശുവില്ല, യേശുവിന് ജീവിക്കുന്നില്ല, അവർ ഉത്ഥാനം ചെയ്തിട്ടില്ല എന്ന്. ഇത് ചില ക്രൈസ്തവരും പറയും, നമുക്ക് കേൾക്കാൻ സാധിക്കും.
പ്രിയ മക്കളെ, നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത്. ആന്തരിക കണ്ണുകൾ പരിശുദ്ധാത്മാവിനെ തുറക്കൂ. ഉത്തിതനായ പ്രശോഭിക്കുന്ന കർത്താവിനെ നോക്കൂ. അവനെ നിങ്ങൾക്ക് എന്നും കാണാം, അനുഭവിക്കാം. എവിടെ? ആ വിശുദ്ധ കുർബാനയിൽ. അതിന് ഹൃദയം നല്ല കുമ്പസാരത്തോടെ വിശുദ്ധീകരിച്ചുകൊണ്ട്, ഹൃദയം വിശുദ്ധീകരിച്ചുകൊണ്ട് വന്ന് അവനെ ഒന്നായിത്തീരുക, ഐക്യപ്പെടുക. അപ്പോൾ ആ ഉത്തിതനായ കർത്താവിൻ്റെ വലിയ ശക്തി അനുഭവിക്കും. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ റോമാക്കാർക്ക് ലേഖനം അധ്യായം 6 റോമാക്കാർക്ക് ലേഖനം 6 13 നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. പ്രത്യുത മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായ നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുകയും പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല, കാരണം നിങ്ങൾ കൃപയ്ക്കും കീഴിലാണ്. ഹല്ലേലൂയ. എന്താണ് ഈ കൃപ? ഉത്തിതനായ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാണ് കൃപ. ഹല്ലേലൂയ. അത് ഈ ശക്തി ആയിരിക്കട്ടെ നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ പരിമിതി നിമിത്തം ഞാൻ മനുഷ്യ രീതിയിൽ സംസാരിക്കുകയാണ്. ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അനീതിക്കും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ അവയെ വിശുദ്ധീകരണത്തിന് വേണ്ടി നീതിക്ക് അടിമകളായി സമർപ്പിക്കുവിൻ. നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നപ്പോൾ നീതിയുടെ നിയന്ത്രണത്തിലായിരുന്നു. ഇത് നിങ്ങൾക്ക് ലജ്ഞാവഹമായി തോന്നുന്ന അക്കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ഫലം കിട്ടി? അതിൻ്റെ അവസാനം മരണമാണ്. മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തെ പറ്റിയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ജീവനിലേക്ക് നയിക്കുന്ന, ഉദ്ധാരത്തിലേക്ക് നയിക്കുന്ന കൃപയാൽ നയിക്കപ്പെടണം. ആത്മവിശുദ്ധീകരണം ഉള്ളവരായി യേശുവിനോട് ഐക്യപ്പെട്ട പുരാശകളിലൂടെ യേശുവിനോട് ഐക്യപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ആ കൃപ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കും. പ്രിയമുള്ളവർ, ഇതിന് യേശുവിനെ സ്നേഹിക്കണം, ആഴമായി സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? അവൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ കൽപ്പനകൾ പാലിക്കുവിൻ. യോഹന്നാൻ 14:15. മക്കമായക്കാരുടെ പുസ്തകത്തിൽ ഇരിക്കുന്ന മക്കൾ ഒരു പന്നിക്കഷ്ണം കഴിച്ചാൽ മതിയായിരുന്നു അവരുടെ ജീവനെ രക്ഷിക്കാൻ. പക്ഷെ നിയമം പറഞ്ഞിരിക്കുന്നു പന്നി ഞാൻ പാടിയിരുന്നു. ആ നിയമത്തിന് വേണ്ടി അവർ മരിക്കുന്നു. ഇതാണ് സ്നേഹം. നമ്മുടെ സഭയിലെ കൽപ്പനകൾ, കർത്താവിൻ്റെ 10 കൽപ്പനകൾ, ഇതൊക്കെ നമ്മൾ പാലിക്കുന്നുണ്ടോ നമ്മൾ ആത്മശോധന ചെയ്യണം. എന്ത് നിസ്സാരമായി നമ്മൾ അവയെല്ലാം ലംഘിക്കുന്നു. അതിവിടെ ധ്യാനിക്കണം. നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ ശക്തി അനുഭവിക്കാത്തത് എന്നതൊക്കെ. ഞാൻ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി ധാരാളം പേർ ആത്മാസ്നാനം എന്നിലൂടെ സ്വീകരിച്ചു. കുറച്ച് പേരൊക്കെ ജ്ഞാനസ്ഥാനം സ്വീകരിച്ചു. എനിക്ക് അവരുടെ ആ ജീവിതമൊക്കെ എന്നെ കോരിത്തെരിപ്പിക്കുന്നതാണ്. ഒരു വിട്ടുപോക്കലുമില്ലാതെ യേശുവിന് മരിക്കാൻ തയ്യാറായിട്ടുള്ള അവരുടെ ജീവിതം. അവർക്ക് കുർബാന കാണാൻ അവസരമില്ല, എങ്കിലും ടേപ്പിലൂടെ എന്നും കുർബാന കാണും. എന്നും വ്യക്തിപരമായി അവർ പ്രാർത്ഥിക്കും, എന്നും ബൈബിൾ വായിക്കും. അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നത് ആരും അറിയാതെ, പോലീസുകാരൊന്നും അറിയാതെ പലയിടത്തും ഒളിച്ചും പാത്തൊക്കെയാണ്. എന്തൊരു തീഷ്ണതയാണെന്നറിയാമോ? ഇന്ന് അവർ ചിലരൊക്കെയാണ് കഴുത്ത് വെട്ടപ്പെടുന്നത്, കൈകാലുകൾ വെട്ടപ്പെടുന്നത്, മർദ്ദിതരാകുന്നതല്ല. പ്രിയമുള്ളവരെ, നമുക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം. ഉത്തിതനായ കർത്താവിൽ ഒരിക്കലും തല കുനിക്കരുത്, ഒരിക്കലും ഒടിക്കരുത്. എന്നിട്ട് വിജാതിയുടെ സംസ്കാരത്തിനും വിജാതിയുടെ ആശയങ്ങൾക്കും തലകുനിച്ചുകൊണ്ട് പോകരുത്. നമ്മൾ ക്രൈസ്തവരാണെന്ന ബോധ്യമുണ്ടാകണം. യേശു ക്രിസ്തുവിനാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണ്, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. നമ്മുടെ ശരീരങ്ങൾ കർത്താവിൻ്റെ ദേവാലയങ്ങളാണ്. നമ്മൾ വേർതിരിക്കപ്പെട്ട പുരോഹിത ജനവും ദൈവത്തിൻ്റെ സ്വന്തവുമാണ്. ഈ ബോധ്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം. എന്തും വരട്ടെ, ആകാശം ഇടിഞ്ഞു വീഴട്ടെ, ഭൂമി കുലുങ്ങട്ടെ, ഇവിടെ ക്രൈസ്തവരെ എല്ലാം കൊന്നെടുക്കാൻ നോക്കട്ടെ, സ്കൂളുകൾ ഏറ്റെടുക്കട്ടെ, നമ്മുടെ പള്ളികൾ നശിപ്പിക്കട്ടെ, നമുക്ക് ധൈര്യമായി മുന്നോട്ട് പോകാൻ. നമ്മളാണ് ദൈവമക്കൾ, നമ്മളാണ് സഭ. നമ്മുടെ പള്ളികളല്ല സഭ, നമ്മുടെ പള്ളിക്കൂടങ്ങളല്ല സഭ, നാമാണ് സഭ, ദൈവജനമാണ് സഭ എന്നോർക്കുക. ദൈവജനം ആ ഉത്തിതനായ യേശുവിനോട് ഐക്യപ്പെട്ട് നിലകൊള്ളട്ടെ. ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ വിശ്വാസത്തിൽ, ദൈവസ്നേഹത്തിൽ, പ്രത്യാശയിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് അതിനുള്ള എല്ലാ കൃപയും കർത്താവ് നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ ഈ ഈസ്റ്റർ സമയത്ത്, ഈ കഥാനുത്ഥാനം ആഘോഷിക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തർക്കും നേരുകയാണ്. പ്രത്യേകമായി നിങ്ങൾക്ക് എഴുത്തെഴുതുവാനോ അല്ലെങ്കിൽ ആശംസിക്കുവാനൊന്നും എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് പൊതുവായിട്ട് എന്നെ സ്നേഹിക്കുന്നവർക്കും എന്നെ അറിയുന്നവർക്കും എൻ്റെ പുസ്തകം വായിക്കുന്നവർക്കും എൻ്റെ വെബ്സൈറ്റ് വായിക്കുന്നവർക്കും അതുപോലെ തന്നെ ഞാനുമായിട്ട് എഴുത്തുകുത്തുകൾ നടക്കുന്നവർക്കും എന്നെ സാമ്പത്തികമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ സഹായിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും
ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ ഞാൻ ആശംസിക്കുന്നു. ഉചിതനായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ആ ഉത്ഥാന ദിവസത്തെ ഈസ്റ്റർ ദിവസത്തെ കുർബാന നിങ്ങൾ ഓരോരുത്തരുടെയും നിയോഗത്തിന് വേണ്ടിയായിരിക്കും. നിങ്ങളെ കർത്താവ് ആശീർവദിക്കട്ടെ. കണ്ണുകളടയ്ക്കുക. ഞാൻ ഒന്ന് പ്രാർത്ഥിച്ച് ആശീർവദിക്കാം. നല്ലവനായ കർത്താവേ, എൻ്റെ ഈ വചനം കേട്ട ഈ മക്കളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ആവേശത്തിലൂടെ ഞാൻ യേശുവിൻ്റെ ഉത്ഥാനത്തെപ്പറ്റി ഇവരോട് പങ്കുവെക്കുകയായിരുന്നു. ഞാൻ എന്തെങ്കിലും അരുതാത്തോ പറഞ്ഞെങ്കിൽ എന്നോട് ക്ഷമിക്കൂ. ഈ മക്കളെ ആശീർവദിക്കണമേ. ഉത്ഥാനം ചെയ്ത് അങ്ങയുടെ സമീപത്തേക്ക് ഞാൻ ഇവരെ കൊണ്ടുവരുന്നു. ഉത്ഥാനത്തിൻ്റെ ശക്തി ഈ മക്കൾക്ക് അപ്പസ്തലന്മാർക്ക് പകർന്നു കൊടുത്ത പോലെ പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ കണ്ടുമുട്ടിയ അവർ അത്യാഹ്ലാദത്തോടെ അടിയും പീഡനങ്ങളും മർദ്ദനങ്ങളൊക്കെ ഉണ്ടായിട്ടും ധൈര്യപൂർവ്വം മുന്നോട്ട് പോയി. യേശുക്രിസ്തു മരിച്ചു, ഉത്ഥാനം ചെയ്തു, അവനിൽ വിശ്വസിക്കുമെന്ന് പത്രോസും കൂട്ടരും മറ്റു ശിഷ്യന്മാരും പറഞ്ഞു. അതുപോലെ കർത്താവിനെ പ്രഘോഷിച്ചുകൊണ്ട് കർത്താവ് ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാതെ അത് ഒരിക്കലും അത് തിന്മക്കടിമപ്പെടാതെ മുന്നോട്ട് പോകാൻ ഈ മക്കളെ ആശീർവദിച്ച് സഹായിക്കൂ. കർത്താവ് ഇന്ന് ലോകമെമ്പാടും പീഡിപ്പിക്കപ്പെടുന്ന കർത്താവ് തിരിച്ചറിയപ്പെട്ടി കേൾക്കുമ്പോൾ ഇവരിൽ പലർക്കും ഭയമുണ്ടെന്ന് എനിക്കറിയാം. കർത്താവെ, ഭയങ്ങളെ ദൂരെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പക്ഷേ ഇവിടെ പല ഉറ്റവരും ഉടയവരും ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരെ ഓർത്ത് വിഷമിക്കുന്നുണ്ട് ചിലർ. അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലോ യൂറോപ്പിലോ ഉണ്ട്. പലരും വേദനിക്കുന്നുണ്ട്. കർത്താവ് വേദനിക്കാൻ അനുവദിക്കരുത്. ധൈര്യം നഷ്ടപ്പെടാൻ അനുവദിക്കരുത്. പ്രത്യാശയോടെ മുന്നോട്ട് പോകാൻ കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരിൽ ആരെങ്കിലും ഉറ്റവരിൽ ഒരാൾ പിടിക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ടാലും, തോമച്ചനെ പോലെ പീഡിപ്പിക്കപ്പെട്ടാലും, ആ കന്യാസികളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയാലും കർത്താവെ ഒരിക്കലും ധൈര്യം നഷ്ടപ്പെടുത്താതെ ധൈര്യമായി തല ഉയർത്തി നേരെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നല്ല ക്രൈസ്തവരായി തിരഞ്ഞെടുക്കപ്പെട്ട ജനമായി കർത്താവിന് വിശുദ്ധ ജനമായി മുന്നോട്ട് പോകാനുള്ള കൃപ അങ്ങ് ഉത്ഥാനത്തിൽ നിന്ന് ഈ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം കർത്താവ്, എൻ്റെ വചനം കേൾക്കുന്ന ചിലരൊക്കെ രോഗികളുണ്ട്. അവരെ തൊട്ട് സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനസികമായ വ്യഥകളും പ്രയാസങ്ങളും ഭാരങ്ങളുമുണ്ട്. അതെല്ലാം ഏറ്റെടുത്തവർക്ക് ശാന്തി സമാധാനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചിലർക്ക് ബലഹീനതയുണ്ട്. കർത്താവെ, ആ ബലഹീനതയിലേക്ക് അങ്ങേ ബലം പരിശുദ്ധാത്മാവ് വഴി അവർക്ക് പകർന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബകലഹങ്ങളും കുടുംബത്തിൽ പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് കർത്താവെ, ആ കുടുംബത്തിലേക്ക് അങ്ങ് നടന്നു ചെന്ന് കുടുംബത്തെ ഐക്യത്തിലും സ്നേഹത്തിലും ഒന്നാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന വൈദികരെയും വൈദിക ശേഷന്മാരെയും എല്ലാം വിശുദ്ധീകരിക്കണമെന്ന് അങ്ങേ ആത്മാവിനാലെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാര്യം ഇവിടെ കർത്താവെ, ആരെല്ലാം ഈ വചനം കേൾക്കുന്നവരുടെ മേലെല്ലാം അങ്ങ് ഉത്ഥാനത്തിന് ശക്തിയാകുന്ന പരിശുദ്ധാത്മാവിനെ അയച്ച് എല്ലാ തിന്മകളിൽ നിന്നും കാത്തുകൊള്ളണമേ. എല്ലാ ശത്രുക്കളിൽ നിന്നും കാത്തുകൊള്ളണമേ. കർത്താവെ, ആത്മാവിൽ ജ്വലിക്കുന്ന മക്കളായി യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന നല്ല പ്രേക്ഷിതരായി ഇവരെല്ലാവരെയും വാർത്തെടുക്കണമേ. നിങ്ങൾ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയുടെ മാതൃസഹായത്തിലൂടെ ഞാൻ സമർപ്പിക്കുന്നു. അമ്മേ, നല്ല അമ്മേ, നിൻ്റെ മാതൃഹൃദയത്തിൽ ഈ മക്കളെ ഞാൻ സമർപ്പിക്കുന്നു. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അമ്മേ, നിൻ്റെ മാതൃഹൃദയത്തിലൂടെ ഈ മക്കൾ ഓരോരുത്തരെയും നിൻ്റെ തിരുശുദ്ധനായ ഈശോയുടെ മറുപടത്തിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവാരയത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ ഓരോരുത്തരെയും കർത്താവിൻ്റെ ഹൃദയത്തിൽ അർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെയും നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് സുഖപ്പെടുത്തട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹാപ്പി ഈസ്റ്റർ. ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ. ഹല്ലേലൂയ.